എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ പുണർതം നക്ഷത്രത്തിലുള്ള വിഷു ഫലം 2026 വിഷു ഫലം ആണ് ഇന്ന് പറയാൻ പോകുന്നത്. പുണർതം നക്ഷത്രത്തെ സംബന്ധിച്ച് ഭൂമി ലാഭം, ഗൃഹലാഭം എന്നിവ ഉണ്ടാകുന്നു. കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകും. ജോലി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. വിവാഹത്തിന് അനുകൂലമായ സമയം. അതുപോലെ തന്നെ കച്ചവടത്തിന് ആദ്യത്തെ 4 മാസം കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുണർതം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥിനികൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പഠനമൊക്കെ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. കുടുംബത്തിൽ ഭൂമിപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാൻ പോകുന്നതിനെ ചൊല്ലിയോ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹത്തിന് വളരെയധികം അനുകൂലമായ സമയമാണ്. സ്ത്രീജനങ്ങളായാലും പുരുഷന്മാരായാലും ശരി, വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് വിവാഹം വരെ എത്തുന്നതായിരിക്കും. ആരോഗ്യപരമായി പുണർതം നക്ഷത്ര ജാതകർക്ക് ഉദരരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും. അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും വരാനുള്ള സാധ്യത പുണർതം നക്ഷത്രക്കാർക്ക് കാണുന്നില്ല. ദോഷപരിഹാരാർത്ഥം പുണർതം നക്ഷത്രക്കാർ നിത്യവും രാമനാമജപം ജപിക്കുക. അത് ഒന്നുകിൽ ശ്രീരാമജയം ജപിക്കുക. 108 തവണ എഴുതുന്നതും വളരെ. അടുത്തതായി ഹനുമാൻ ചാലീസ. അത് വ്യാഴാഴ്ച ദിവസം രാവിലെയും വൈകുന്നേരവും നിത്യവും ജപിക്കുകയാണ് എങ്കിൽ വളരെയധികം ഗുണകരമായിരിക്കും. ഒരു 21 പ്രാവശ്യം അത് ജപിക്കുക. പിന്നെ ശ്രീരാമ ഗായത്രി വ്രതം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. അത് ശ്രീരാമ ഗായത്രി മന്ത്രം ഒരു വ്യാഴാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച വരെ തുടർച്ചയായി ജപിച്ച് നിർത്തുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ഈ രീതിയിലൊക്കെ മുൻപോട്ട് പോവുകയാണെങ്കിൽ പുണർതം നക്ഷത്രത്തിന് ഈ 2026 വിഷു വർഷം വളരെ ഉത്തമമുള്ള ഒരു വർഷമായിരിക്കും. എല്ലാ പുണർതം നക്ഷത്രക്കാർക്കും നല്ല വർഷം ആയിരിക്കട്ടെ ഈ 2026 എന്ന് ആശംസിക്കുന്നു.